മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമാണ് അസീസ് നെടുമങ്ങാട്. മിമിക്രി വേദികളിലൂടെയാണ് അസീസ് ശ്രദ്ധ നേടുന്നത്. പിന്നീട് ടെലിവിഷൻ പരിപാടികളിലൂടെ താരമായി മാറി. കോമഡി സ്റ്റാർസ് മുതൽ സ്റ്റാർ മാജിക് വരെയുള്ള ഷോകളിൽ അസീസ് കയ്യടി നേടി. സിനിമയിലും സാന്നിധ്യമറിയിച്ചു. പിന്നീട് ജയ 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 ഹേ എന്ന ചിത്രത്തിലൂടെയാണ് അസീസ് സിനിമാ ലോകത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നത്. തുടർന്ന് കണ്ണൂർ സ്ക്വാഡ്, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സിനിമകളിലൂടെ അസീസ് കോമഡിയിൽ നിന്നും ട്രാക്ക് മാറ്റി. ഇപ്പോഴിതാ കാനിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലും അസീസ് സാന്നിധ്യമറിയിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് അസീസ് ഈ നിലയിലേക്ക് എത്തിയത്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിത വഴി അസീസ് പങ്കുവയ്ക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇലക്ട്രിക് എഞ്ചിനീയറിങ്ങിന് ചേർന്നു. പക്ഷേ എൻ്റെ ഇഷ്ടം മിമിക്രിയോടായിരുന്നു. കഷ്ടിച്ചാണ് എഞ്ചിനീയറിംഗ് പാസ്സായത്. പിന്നീട് തിരുവനന്തപുരത്തെ മാഗ്നറ്റ് എന്ന ട്രൂപ്പിൻ്റെയും മറ്റനവധി ട്രൂപ്പുകളുടെയും ഭാഗമായി മാറി. സുരാജേട്ടൻ്റെ കൂടെ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹം അന്ന് മിമിക്രി വേദികളിൽ സൂപ്പർ താരമാണ്. ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന വ്യക്തിയാണ് സുരാജേട്ടൻ. സത്യത്തിൽ സുരാജേട്ടൻ വലിയ പ്രചോദനമായിരുന്നുവെന്നാണ് അസീസ് തുടക്കത്തെക്കുറിച്ച് പറയുന്നത്. 2016 വിവാഹം. എനിക്ക് 26 വയസ്സ്. ഞാനന്ന് ഗൾഫിൽ പോയി വന്ന സമയമായിരുന്നു. വീട്ടിൽ തിരക്കിട്ട പെണ്ണന്വേഷണം. എൻ്റെ കൂട്ടുകാരൻ സന്ദീപിൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് പോയപ്പോഴാണ് മുബീനയെ കണ്ടത്. അങ്ങനെ വീട്ടുകാർ വഴി ആലോചിച്ചു. ഗൾഫിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയില്ല. അങ്ങനൊരു പ്ലാനും ഉണ്ടായിരുന്നില്ലെന്നാണ് അസീസ് പറയുന്നത്. വിവാഹം കഴിഞ്ഞ സമയത്ത് വീട് പെയിൻറ്റിങ്ങിന് പോകുമായിരുന്നു. അതിനിടയിലാണ് കോമഡി സ്റ്റാർസിൽ അവസരം കിട്ടിയത്. പിന്നെ പെയിൻറ്റിങ്ങിന് പോകാൻ പറ്റാതായി. ചുറ്റുമുള്ളവരൊക്കെ വന്ന് ചോദിക്കും, കോമഡി സ്റ്റാർസിലെ ആളല്ലേ എന്ന്. അങ്ങനെ ഫ്ലാറ്റുകളിൽ പെയിൻറ്റിങ്ങിന് പോയി തുടങ്ങി. അതാകുമ്പോൾ ആളുണ്ടാവില്ല. വീണ്ടും സിനിമയിൽ അവസരങ്ങൾ വന്നു തുടങ്ങി. ട്രൂപ്പുകളിലും സജീവമായി. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടക്കാലത്ത് സിനിമയിൽ അവസരം നോക്കാൻ വേണ്ടി എറണാകുളത്ത് വന്ന് താമസിച്ചു. ഒരു മുറിയിൽ എന്നെപ്പോലെ സിനിമാമോഹികളായ 10-15 ചെറുപ്പക്കാർ 200 രൂപ വെച്ച് എല്ലാവരും ഷെയർ ഇട്ടാണ് വാടക കൊടുത്തിരുന്നത്. ഇതൊരു 4-5 വർഷം മുമ്പ് നടന്നതാണ്. അപ്പോഴാണ് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലേക്ക് അവസരം കിട്ടിയത്. പിന്നീട് എറണാകുളത്ത് തന്നെ താമസിച്ച് അവസരം അന്വേഷിച്ചു തുടങ്ങി. പതിയെ സമയം തെളിഞ്ഞുവെന്നാണ് അസീസ് പറയുന്നത്. ജീത്തു ജോസഫിൻ്റെ നുണക്കുഴി, അനൂപ് മേനോൻ്റെ ഒരു സിനിമയുണ്ട് ഇടിമഴക്കാറ്റ് എന്നൊരു ചിത്രം, അർജുൻ അശോകൻ നായകനായ ആനന്ദ് ശ്രീബാല ധ്യാനിനൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്നിവയാണ് അസീസിൻ്റെതായി പുറത്തിറങ്ങാനുള്ള സിനിമകൾ.